എല്ലാവർക്കും ഒരു പ്ലോട്ട് പറയട്ടിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന വി ആർ ഓൾ ട്രൈയിങ് എന്റെ എപ്പിസോഡ് 7 ആണ്. എപ്പിസോഡിന്റെ തുടക്കത്തിൽ ദോങ്മാൻ കാറ്ററിംഗ് വർക്കൊക്കെ കഴിഞ്ഞ് വാൻ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൂടുള്ള ആളടുത്ത് ചോദിക്കുന്നുണ്ട്, നീ ഇതുവരെ ഹെൽപ്പ് ചോദിച്ചിട്ടുണ്ടോ? വെറുതെ അല്ലറ ചില്ലറ ഹെൽപ്പൊന്നും അല്ല, നീ കടന്ന് കഷ്ടപ്പെടുമ്പോ നീ ആരെങ്കിലും ഹെൽപ്പ് ചോദിച്ചിട്ടുണ്ടോ? അതാരെങ്കിലും ചോദിക്കൂ, ഇനി എന്റെ അടുത്ത് ചോദിക്കണേ. എനിക്ക് ഒരിക്കലും കടന്നു പോകണ്ടാത്തൊരു ഫീലിംഗ് ഉണ്ട്. അതെങ്ങനെയാ പറയണ്ടേന്ന് പോലും എനിക്കറിയാൻ വയ്യ. ഒരു ഹോളില് പെട്ട അവസ്ഥ, അങ്ങോട്ടോ ഇങ്ങോട്ടോ അനങ്ങാൻ വയ്യാതെ. പക്ഷെ ഇപ്പം ഹെൽപ്പ് ചോദിക്കാൻ ഒരാളുള്ളപ്പോ ആ ഹോള് കുറച്ചും കൂടി വലുതായ പോലെ. അതുകൊണ്ട് ഇനി എന്തെങ്കിലും കുഴപ്പം വരുമ്പോ എന്റെ അടുത്ത് ചോദിക്കാൻ മറക്കല്ലേ, പ്രോമിസ് ചെയ്. ഓക്കെ. എന്നിട്ട് വോയിസ് ഓവർ കേൾക്കാം. നിന്നെ ആ ഇമോഷനിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി ഞാനും ആ ഇമോഷനിലോട്ട് വന്നു, ആഴത്തിൽ വന്നു. ഞാൻ ജീവിതത്തിൽ ഇതുവരെ പറഞ്ഞിട്ടില്ലാത്ത വാക്കുകൾ പറഞ്ഞു. എന്നെ സഹായിക്കും. നിന്നെ സഹായിക്കാൻ കണ്ടുപിടിച്ച വാക്കുകൾ അവസാനം എന്നെ സഹായിച്ച. നെക്സ്റ്റ് സീനില് യൂൻ ഇങ്ങനെ നിൽക്കാണ്. അപ്പൊ ആളൊരു ബോർഡ് കാണുന്നു, നിങ്ങളുടെ ലൈഫിൽ ആരും മിസ്റ്റേക്കിലേക്ക് കടന്നു വരില്ല. അത് യൂനെ നോക്കി ചിരിക്കുകയാണ്. നെക്സ്റ്റ് സീനില് നമുക്ക് വോയിസ് ഓവർ കേൾക്കാം. ഓരോ പുതിയ പ്രശ്നത്തിൽ നിന്നും കടന്നു വരുമ്പോൾ ഓരോ പുതിയ പെർസ്പെക്റ്റീവാ. അപ്പോ ഇതിനു മുമ്പുള്ള പ്രോബ്ലംസ് ഒക്കെ ഒന്നും അല്ലാതായി പോകും. സക്സസ്, ഡിബറ്റ് അതൊക്കെ വിട്ടുകളാം. എനിക്കിപ്പോ ഒരു ആഗ്രഹമേ ഉള്ളൂ, വയസ്സായിട്ട് മരിച്ചാ മതി. പൂച്ചകള്, മരങ്ങള് എല്ലാം വയസ്സായിട്ട് മരിച്ചാ മതി. അസുഖത്തിന്നോ വിഷമത്തിന്നോ ഒന്നുമല്ല, പക്ഷെ സന്തോഷത്തോടെ വയസ്സാകുമ്പോ മരിച്ചാ മതി, ഈ ഇലകൾ പൊഴിയുന്ന പോലെ. നെക്സ്റ്റ് സീനില് യൂനയ്ക്ക് ജയുടെ മെസ്സേജ് വരികയാണ്. ഞാൻ നിന്നെ ക്രെഡിറ്റ് ചെയ്യാം, പക്ഷെ നിന്റെ യഥാർത്ഥ പേര് വെച്ചായിരിക്കത്തില്ല, അതേ എനിക്ക് ചെയ്യാൻ പറ്റും. എന്നിട്ട് യൂന ദൊങ്മാന് മെസ്സേജ് അയക്കാണ്, എന്റെ വേറൊരു പേരായിട്ട് ഞാൻ യങ്സിൽ എന്ന് എടുത്തോട്ടെ? ഒരു കുഴപ്പമില്ല, എടുത്തോ, താങ്ക് യു. എന്നിട്ട് ജയ്ക്ക് അയക്കാണ്, യങ്സിൽ എന്തായത്, എനിക്ക് വേണ്ടിയുള്ള മറ്റൊരു പേര്. നെക്സ്റ്റ് സീനില് യൂനയും ഫ്രണ്ടും കൂടെ നടക്കാണ്. നിനക്കറിയാവോ, ചിലപ്പോ ഒരാൾക്ക് ഒന്നും പ്രത്യേകിച്ച് കാണത്തില്ല, പക്ഷെ ഒരു വുമൺ പറഞ്ഞതിന് ശേഷം നമ്മൾ എന്തെങ്കിലുമൊക്കെ കാണാൻ തോന്നും. എനിക്കിപ്പോ ദൊങ്മാനെ ഇംപ്രസീവ് ആയിട്ട് തോന്നുന്നു. ശരിക്കും അത് അവനോട് പറയണമല്ലോ. നെക്സ്റ്റ് സീനില് ദൊങ്മാൻ കാറ്ററിംഗ് വർക്കിന്റെ അവിടെ ഇരുന്ന് ഫാസ്റ്റിനൊരു ചലഞ്ച് ചെയ്ത് തീർക്കുന്നുണ്ട്. അവരെല്ലാം ഞെട്ടി നിൽക്കാണ്. എന്നിട്ട് ദൊങ്മാൻ പോവാണ്. നില്ല് പോവല്ലേ, എനിക്ക് പോയേ പറ്റൂ. ഈ വെട്ടം ശരിക്കും എന്റെ ബ്രദർ ക്യാബേജ് നടാൻ പോയി. അത് കട്ട് ചെയ്ത ആൾ ഓടി വരികയാണ്. യൂന, നീ കുറെ നേരം വെയിറ്റ് ചെയ്തോ? ഇല്ല, ഞാൻ ഇപ്പൊ വന്നതേ ഉള്ളൂ. ഈ ടാൻജറിൻസ് ഒക്കെ ഇരിക്കുന്നു നോക്കിയേ, ആ സമാധാനം വരാൻ പോവാ. വിന്റർ എന്താ സമാധാനമായിട്ട് തോന്നുന്നേ? നമ്മൾ ആ സമയം വാം അന്വേഷിച്ച് പോകുന്നോണ്ടായിരിക്കും. ശരിയാ. പിന്നെ എന്റെ സ്ക്രീൻ പ്ലേ ഈ ആഴ്ച നിനക്ക് ഞാൻ റിവൈവ് ചെയ്യാൻ തരാം. അത് കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിക്കൊണ്ടിരിക്കുക. എനിക്കത് വായിച്ചോളാൻ വയ്യ. എനിക്കിപ്പൊ മനസ്സിലായി എന്തുകൊണ്ടാ ഡയറക്ടേഴ്സ് നിന്റെ അടുത്ത് ഇങ്ങനെ വന്ന് നിൽക്കുന്നതെന്ന്. ബാക്കിയുള്ളവരാണെങ്കിൽ അവിടെ ശരിയല്ല ഇവിടെ ശരിയല്ല എന്ന് പറഞ്ഞങ്ങ് വിടും. നീ അങ്ങനെയല്ല, എവിടെ ശ്രദ്ധിക്കണം എവിടെ ശ്രദ്ധിക്കേണ്ട എല്ലാം പറഞ്ഞുതരും. നിനക്ക് ശരിക്കും ആൾക്കാരെ വായിക്കാനുള്ള കഴിവുണ്ടല്ലേ? എനിക്ക് തോന്നുന്നത് ഒരു സ്കില്ലാണ്. എന്നിട്ട് നീയല്ലേ ഹെൽപ്പ് മീ ഇമോഷൻ കണ്ടുപിടിച്ചത്. അങ്ങനെ രണ്ടുപേരും നടക്കുകയാണ്. നെക്സ്റ്റ് സീനില് അവര് കഴിക്കുകയാണ്. ഞാൻ ചോദിച്ചോട്ടെ, നിന്റെ വാച്ചിൽ എന്താ അങ്ങനെ കാണിക്കാൻ കാര്യം? താല്പര്യമില്ലെങ്കിൽ പറയണ്ട, അത് ജിന്മാനെ കാരണം. ഞാൻ ചോദിച്ചോട്ടെ, നിന്റെ വാച്ചിൽ എന്താ അങ്ങനെ കാണിക്കാൻ കാര്യം? താല്പര്യമില്ലെങ്കിൽ പറയണ്ട, എന്റെ അമ്മയെ കാരണം. ഇപ്പൊ ദൊങ്മാൻ ഒന്ന് നോക്കാണ്. നിങ്ങളും നിങ്ങളുടെ അമ്മയായിട്ട് നല്ല ടേംസിലാണോ? നല്ല ടേംസിലാണ്. ആള് മരിച്ചതിന് ശേഷം. വലുതാവുമ്പോ അമ്മയെ നോക്കണേ. ഇതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലാവത്തില്ല. ബാക്കിയുള്ളവരെക്കാട്ടിലും എന്റെ പെർസ്പെക്ടീവ് വേറെയാ. ആരെങ്കിലും എന്നെ ഒറ്റയ്ക്കാക്കി ഇട്ടിട്ട് പോകുമ്പോ, അല്ലെങ്കിൽ വർക്ക് എന്തെങ്കിലും കുഴപ്പം വന്ന് എന്റെ ബോഡി ഫുള്ള് വേദനിച്ച് എനിക്ക് നോസ് ബ്ലീഡ്സ് വരാൻ തുടങ്ങും. ഇതിന്റെ എല്ലാം കാര്യം നോക്കിയപ്പോ ഏറ്റവും അവസാനം കൊണ്ടെത്തിക്കുന്ന ആ ആളിലോട്ട അമ്മ. എന്നെ ആദ്യം ഒറ്റയ്ക്കാക്കിയ ആള്. അപ്പൊ ഞാൻ ആലോചിക്കും, എന്നെ ജനിപ്പിച്ച ആള് അത്രയ്ക്ക് വീക്കല്ലേ. അന്ന് മുതലേ ഞാൻ തീരുമാനിച്ച ഞാനൊരു സ്ട്രോങ് മദറും സ്ട്രോങ് വുമണും ആവും. എന്റെ ഹസ്ബൻഡിനെയോ കുട്ടിയോ ഇട്ടിട്ട് പോവാത്ത. അത് നല്ല കാര്യം. നിനക്കറിയാലോ, ഞാൻ കുറച്ച് ബോറാളാണ്. ഞാൻ അല്ലാന്നൊന്നും പറയുന്നില്ല, ചെറുതായിട്ട്. നീ കുറച്ച് ബോറാണ്, പക്ഷെ ഒരുപാട് ലവബിൾ ആണ്. എന്നിട്ട് രണ്ടുപേരും കൂടി ഇങ്ങനെ ഇരിക്കുകയാണ്. എന്നിട്ട് അവര് നടന്നു വരുമ്പോ ഇലകളൊക്കെ ഇങ്ങനെ കാറ്റുകൊണ്ട് കറങ്ങുകയാണ്. അപ്പൊ യൂന അതിൽ കയറി നിന്ന് ദോങ്മാൻ വീഡിയോ എടുക്കാൻ തുടങ്ങും. അങ്ങനെ അവരത് എൻജോയ് ചെയ്തോണ്ട് നിൽക്കാണ്. അപ്പോ ഇതെല്ലാം അസിസ്റ്റന്റ് കാണുന്നുണ്ട്. നെക്സ്റ്റ് സീനില് ദോങ്മാൻ ഇരുന്ന് വീഡിയോ നോക്കി ആലോചിക്കാണ്, ആർക്കാ ധൈര്യം വന്ന് നിന്നെ ഇട്ടിട്ട് പോവാൻ? നിനക്ക് മടുക്കുന്നവരെ എന്റെ അടുത്ത് വന്നു. ഞാൻ എപ്പോഴും ഇവിടെ തന്നെ കാണും. ഞാൻ ലൈഫ് ലോങ് ബിയൂനയുടെ ഫാൻ ആയിരിക്കും. എന്നെ അങ്ങനെ കാണാൻ ബുദ്ധിമുട്ടാണെങ്കിൽ കുറച്ച് നാള് ഞാൻ ആരെങ്കിലും ഡേറ്റ് ചെയ്യും. അപ്പൊ നീ എന്നെ തിരിച്ചു വിളിച്ചാൽ ഞാൻ അപ്പൊ തന്നെ വരും. അല്ല, ഒരു വുമനെ ഡേറ്റ് ചെയ്യുമ്പോൾ ഞാൻ പറയും, ബിയൂനെയാണ് എന്നെ കൺട്രോൾ ചെയ്യുന്നത്, അവള് വിളിക്കുമ്പോ എനിക്ക് പോകണം. അതോ ഞാൻ സിംഗിൾ ആയിരിക്കണമെങ്കിൽ ഞാൻ എത്ര നാൾ വേണമെങ്കിലും അങ്ങനെ ഇരുന്നോളാം. എന്നിട്ട് ആള് സ്വയം പറയാണ്, എന്തോ ചെയ്യും, ഞാൻ എന്ത് ലവബിൾ ഗയ്യ. നെക്സ്റ്റ് സീനില് വൈഫ് യോങ്സ് എടുത്ത് പറയാണ്, എന്തോ ചെയ്യുക, മേളിലോട്ട് പോ, റൈറ്റേഴ്സ് ഇപ്പൊ വരും. ഞാൻ പോത്തില്ല. നീ കണ്ടില്ലേ, തുടക്കം തന്നെ അതിൽ എഴുതിയിരിക്കുന്ന മിസ്റ്റേക്ക് ഉണ്ട്. ഒരു നല്ല ഡയറക്ടർ ആണെങ്കിൽ എത്ര വട്ടം അത് റിവ്യൂ ചെയ്യുമെന്നറിയാവോ? അവിടെ നിന്ന് ഇങ്ങ് വരെ വരുന്ന ആൾക്കാരോട് ഞാൻ 20 മിനിറ്റ് മുമ്പ് പറയട്ടെ, ഇന്റർവ്യൂ ഒന്നും ഇല്ലെന്ന്. ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഇങ്ങനെ എഴുതത്തില്ലെന്ന്. പിന്നെന്തിനാ ഇന്റർവ്യൂ ഒക്കെ വെച്ച്? ഞാൻ നിന്നെ വോൺ ചെയ്തായിരുന്നു, ഈ വെട്ട നീ ഒറ്റയ്ക്ക് എഴുതത്തില്ല. ഇപ്പൊ മകൾ
മേളിലോട്ട് പോ. അഥവാ അവരെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവരെടുത്ത് നിന്റെ ദേഷ്യം തീർത്തോ. ഞാൻ ഈ മുഴുവൻ കൺട്രി ഫുള്ള് നിനക്ക് വേണ്ടി ഒരു കോറൈറ്ററിനെ അന്വേഷിക്കും. ഗ്യോങ്സ പറയാണ് മേളിലോട്ട് പോ, അപ്പോയിന്റ്മെന്റ് ചെയ്തതല്ലേ. അങ്ങനെ ഗ്യോങ്സ എണീറ്റ് പോവാണ്. അവന്റെ അടുത്ത് ഇത്ര റഫായിട്ട് ബിഹേവ് ചെയ്യില്ലേ, നിനക്കറിയാലോ. അവനെ കുറച്ച് പ്രശംസിച്ചാലേ അവന് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അവനെന്താ കൊച്ചുകുട്ടിയോ? ഇവിടെ ഇങ്ങനെ ഇരിക്കാതെ എന്തെങ്കിലുമൊക്കെ പോയി എഴുതാൻ നോക്കും. അത് കട്ട് ചെയ്ത് ഗ്യോങ്സ ഇന്റർവ്യൂ ചെയ്യാണ്. നിന്റെ പേര് കേട്ടപ്പോ വിചാരിച്ചു ആണായിരിക്കുന്നു. അതെല്ലാരും പറയാറുണ്ട്. ഫീമെയിൽ റൈറ്റേഴ്സിന് മെയിൽ റൈറ്റേഴ്സിന് ഇഷ്ടമല്ലല്ലോ. ഞങ്ങൾക്കും ഫീമെയിൽ റൈറ്റേഴ്സിന് ഇഷ്ടമല്ല. അവരെന്തോ ആണ് അവർക്ക് വിചാരം. അതുമല്ല പറയുന്നതും കേൾക്കത്തില്ല. ഞങ്ങളും ഇങ്ങനെ മെയിൽ റൈറ്റേഴ്സിനെ കാണുന്നു. നീ ഒരുപാട് കോ റൈറ്റിംഗ് ചെയ്തിട്ടുണ്ട്. അതെ, എനിക്ക് ഇതുവരെ ഒറ്റയ്ക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. അതെന്താ? ഞാൻ ആ ഒരു ലെവൽ എത്തിയില്ല ഇതുവരെ. കൂടെ വർക്ക് ചെയ്ത ഡയറക്ടർ എന്ത് പറഞ്ഞു? ഞങ്ങള് നല്ല ടേംസിലാണ്. കൊള്ളാത്ത പണി ചെയ്താലും നല്ല ടേംസിലാവാം. ഇത് ഭയങ്കര വലിയ ഇന്റൻസ് ആയിട്ടുള്ള സ്ക്രീൻ പ്ലേയാ. ഒരു വുമണിനെ കൊണ്ട് അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ? ഞാൻ പ്രൊഡ്യൂസർ ഹേജി പറഞ്ഞു കേട്ടായിരുന്നു. ആൾക്കാർക്ക് ശല്യം ഉണ്ടാക്കുന്ന ആൾക്കാരെ അറസ്റ്റ് ചെയ്യുന്ന കഥയല്ലേ. അത് ഡിഫറെന്റും ആണ്, ഹിറ്റ് ആവുകയും ചെയ്യും. അപ്പൊ അത് ഹിറ്റ് ആവുമെന്ന് നിനക്ക് തോന്നുന്നുണ്ട്. അതുകൊണ്ട് എന്തുകൊണ്ട് ഞാൻ നിന്റെ കൂടെ വർക്ക് ചെയ്യണം? ഞാനൊരു സത്യം പറയട്ടെ, നീ എന്റെ കൂടെ വർക്ക് ചെയ്താൽ നിനക്ക് ഒരു ക്രെഡിറ്റും കിട്ടത്തില്ല. ഞാൻ പറയും ഞാനിത് ചെയ്തേന്ന്. എല്ലാ നല്ല സീനും കൊള്ളാത്ത സീനും പ്രശംസയും ഇൻസൾട്ടും എല്ലാം ഞാൻ എടുക്കും. എനിക്ക് ഷെയർ ചെയ്യുന്ന ഇഷ്ടമല്ല. ഒരു കടി താന്ന് പറയുന്നവരെ എനിക്ക് ഇഷ്ടമല്ല. അപ്പൊ ആള് ചിരിക്കുകയാണ്. എന്തിനാ ചിരിക്കുന്നത്? ഞാൻ കാര്യമായിട്ടാ പറയുന്നത്. ഇത് ചെയ്താ നീ ഇതാരടുത്തും പറയാൻ പാടില്ല നീ ആ ചെയ്തേന്ന്. നിനക്ക് ഇന്റർവ്യൂവും ചെയ്യാൻ പറ്റത്തില്ല. ഞാനായിരിക്കും എല്ലാം ചെയ്യുന്നത്. എന്തിന്? ആക്ടേഴ്സ് പോലും ഇന്റർവ്യൂ ചെയ്യത്തില്ല എന്നെ കാട്ടിലും. അപ്പൊ ആള് വീണ്ടും ഇരുന്ന് ചിരിക്കുകയാണ്. ഇത്രയും ഇൻസൾട്ട് സഹിച്ച് പിന്നെന്താ എനിക്ക് ബാക്കിയുള്ളതും കൂടെ സഹിച്ചാൽ? എനിക്ക് നീ കഴിഞ്ഞ് 4 പേരെ മീറ്റ് ചെയ്യാനുണ്ട്. അവിടെ ഒന്നും ഞാൻ വായിച്ചില്ല. എന്തുകൊണ്ടാ? ബാക്കിയുള്ളവരുടെ റൈറ്റിംഗ് ബോറിങ്. എന്റെ റൈറ്റിംഗ് ആണ് ഇവിടെ പൊളി. നിന്റെ റൈറ്റിംഗ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ നിന്നെ ഫയർ ചെയ്യും. നീ കഷ്ടപ്പെട്ട് പണിയെടുക്കേണ്ടി വരും. ഇപ്പോഴും നിനക്ക് ഈ ജോലി വേണോ? അപ്പൊ ആള് വീണ്ടും ഇരുന്ന് ചിരിക്കുകയാണ്. നീ എന്തിനാ ഇരുന്ന് ചിരിക്കുന്നേ? ഡയറക്ടർ പാർക്ക്, നിങ്ങളെന്ത് കോമഡിയാ. ഞാൻ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും ഫണ്ണി ഡയറക്ടർ നിങ്ങളാ. അപ്പൊ ആളുടെ മനസ്സിൽ ഇങ്ങനെ പടക്കം പൊട്ടുകയാണ്. അപ്പൊ ഒരാൾ കോഫിയും കൊണ്ടുവരികയാണ്. അവൻ പറയും ഞാൻ ഇത് ഓർഡർ ചെയ്തില്ല. അപ്പൊ ആളവിടെ അനങ്ങാതെ നിൽക്കുമ്പോ പറയാണ് എന്തോ ഇവിടെ ഫ്രീസ് ആയി നിൽക്കുന്ന അൺഫ്രീസ്. അപ്പൊ വീണ്ടും ഇരുന്ന് ചിരിക്കുന്നത്. എന്ത് പറഞ്ഞാലും ചിരിക്കുന്ന ഒരാള്. അത് കട്ട് ചെയ്ത് ആൾ ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുകയാണ്. ഡയറക്ടർ പാർക്ക്, നിങ്ങൾ എന്ത് കോമഡിയാ. അങ്ങോട്ട് ഹേജി വരുന്നു. നാളത്തെ ഇന്റർവ്യൂ 4:30. എന്തിനാ? എനിക്ക് ഇന്ന് കണ്ട ആളെ മതി. നീ പറഞ്ഞ ആദ്യത്തെ സെന്റൻസിൽ തന്നെ തെറ്റുണ്ടെന്നല്ലേ? എന്തോ നമ്മൾ എഴുതുന്ന ബുക്കോ? അതൊക്കെ ആര് നോക്കുന്നു? നമുക്ക് ഐഡിയ മതി. അവക്ക് ഐഡിയ ഉണ്ടോ? ഉണ്ട്. വീണ്ടും ആളിരുന്ന് ആലോചിക്കുകയാണ്. ഡയറക്ടർ പാർക്ക്, നിങ്ങളെന്ത് പൊളിയാ. അത് കട്ട് ചെയ്ത് ദൊങ്മ നല്ല ടെൻഷനായി ജണ്ണിനെ വിളിക്കുകയാണ്. എന്താ? ഞാൻ യൂനക്ക് ഇന്ന് രാവിലെ എന്റെ സ്ക്രീൻ പ്ലേ അയച്ചു കൊടുത്ത് ഇതുവരെ റിപ്ലൈ ഇല്ല. 9.5 മണിക്കൂറായി. എനിക്ക് തോന്നുന്നത് കൊള്ളത്തില്ലെന്ന്. വർക്കിന്റെ ടൈമിൽ അവൾ അതിരുന്ന് വായിക്കുന്നുണ്ട. ചോയ് എന്തായാലും അവളെ ശരിയാക്കും. അവളിന്ന് രാത്രി തിരിച്ചു വരും. അതുവരെ ടെൻഷൻ അടിച്ചിരിക്കും. നല്ലതായിരിക്കണേ. അത് കട്ട് ചെയ്ത് ഗ്യോങ്സെ ഡയറക്ടറിനെ പരിചയപ്പെടുത്താണ്. ഇത് ഡയറക്ടർ മീൻ. ഇവളായിരിക്കും കോറൈറ്റർ. നിങ്ങൾ പെട്ടെന്ന് തന്നെ കോറൈറ്ററിനെ കണ്ടുപിടിച്ചല്ലോ. ഞാൻ വിചാരിച്ച് കോറൈറ്ററിനെ ചോദിക്കുന്നത് ശരിയായ കാര്യമല്ലെന്ന്. അതിനൊന്നും കുഴപ്പമില്ല. പക്ഷെ അത് കുറച്ച് റൂഡായിരുന്നു കേട്ടോ എന്ന് പറഞ്ഞ് രണ്ടുപേരും ഇരുന്ന് ചിരിക്കുകയാണ്. നെക്സ്റ്റ് സീനില് യൂന ഇരുന്ന് സ്ക്രീൻ പ്ലേ വായിക്കുകയാണ്. അത് കട്ട് ചെയ്ത് എല്ലാരും കഫേയിൽ ഇരിക്കുകയാണ്. നമ്മൾ അടുത്ത ജന്മമെങ്കിലൊന്നും ഈ പണിക്ക് പോവണ്ട. എനിക്ക് സത്യം പറഞ്ഞാൽ ഇതിനുള്ള കഴിവില്ല. പക്ഷെ എഴുതണോന്നുള്ള ഒരു ആർത്തി കാരണം ഇതിൽ വന്നു. ഞാനിപ്പോ നരകത്തില്ല. അപ്പൊ ഹേജി അവിടെ ഡെസേർട്ട് ഉണ്ടാക്കുന്നുണ്ട്. ഞങ്ങൾക്കും എന്താ ഇതുപോലത്തെ ഒരെണ്ണം തരാത്ത? സ്പെഷ്യൽ ഗസ്റ്റിന് മാത്രമേ കൊടുക്കത്തുള്ളൂ. ആരാ സ്പെഷ്യൽ ഗസ്റ്റ്? ജിയോങ് ഹ്യൂ. അത് ആക്ട്രസ് ആണ്. അപ്പൊ ദൊങ്മൻ ആക്ട്രസിനെ കാണാൻ വേണ്ടി എത്തി വലിഞ്ഞു നോക്കുന്നുണ്ട്. നീ ജിയോങ് ഹ്യൂ ആയിട്ട് ഇതുവരെ വർക്ക് ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് 1 മാസം. 1 മാസം മതി ഒരാളെ വായിച്ചെടുക്കാൻ. വെൻഡിങ് മെഷീനിൽ ചില്ലറയുടെ സൗണ്ട് കേൾക്കുമ്പോ ഞാൻ അപ്പോഴേ ചാടി എണീക്കും. കാരണം പിയുടെ ജോലിയായത്. ഞാനന്ന് പി എ ആയിരുന്നു. ഒരു വട്ടം ചില്ലറ അരങ്ങി ഞാൻ നോക്കിയപ്പോ ജിയോങ് ഹ്യൂ സ്വയം ചില്ലറ പറക്കിക്കൊണ്ട് സ്വയം കോഫി വാങ്ങിച്ചിട്ട് പോന്നു. അപ്പോഴേ എനിക്കങ്ങ് ഇഷ്ടപ്പെട്ടു. നിനക്കറിയാവോ, അവരത് എൻജോയ് ചെയ്യുന്നുണ്ട്, ആ അറ്റൻഷൻ. അതുകൊണ്ടാണ് എല്ലായിടത്തും ഈ ഒറ്റയ്ക്ക് പോകുന്നത്. ഞാൻ പണ്ട് അങ്ങനെ അല്ലായിരുന്നെങ്കിൽ ഇപ്പൊ ഒരു ഗ്രീറ്റിംഗ്സ് എങ്കിലും ചെയ്യാൻ പറ്റിയേനെ. അത് കട്ട് ചെയ്ത് യൂന സ്ക്രീൻ പ്ലേ വായിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അത് കട്ട് ചെയ്ത് ചോയ് ഫോണിൽ സംസാരിച്ചുകൊണ്ട് വെളിയിറങ്ങുന്ന സമയം നോക്കി ദൊങ്മാൻ അങ്ങോട്ട് കയറും. ഹലോ മാം, എന്നെ ഓർമ്മയുണ്ടോന്ന് അറിയാൻ വയ്യ. ഞാൻ ഡോഗ്സ് ആൻഡ് ക്യാറ്റിന്റെ ഡയറക്ടർ ടീമിലുള്ളായിരുന്നു. സോറി, എനിക്ക് ഓർമ്മയില്ല. അപ്പോ അസിസ്റ്റന്റ് വന്ന് ആക്ടറിന്റെ ചെവിയിൽ എന്തോ പറയുന്നുണ്ട്. അപ്പൊ ആക്ടർ അവനെ നോക്കുന്നു. അത് കട്ട് ചെയ്ത് അവൻ ഈ റൂമിനകത്ത് കയറിപ്പോയി. ഏത് റൂം? ജിയോഹയുള്ള റൂമില്. നീ പോയി അവനെ വിളിച്ചിട്ട് വാ. അത് കട്ട് ചെയ്ത് ദൊങ്മാൻ പറയാണ്, ഞാൻ അവിടെ നിന്ന് ക്വിറ്റ് ചെയ്തു. പക്ഷെ ഞാൻ റിഗ്രറ്റ് ചെയ്യുന്ന ഒരു കാര്യം, എനിക്ക് ആക്ടിങ് കാണാൻ പറ്റുന്നില്ല മാഡത്തിന്റെ. ആർക്കും കിട്ടാത്തൊരു ഓപ്പർച്യൂണിറ്റി എനിക്ക് കിട്ടി. ഒരു ലെജൻഡറി ആക്ടർ ആക്ട് ചെയ്യുന്ന എനിക്ക് കാണാൻ പറ്റി. ആക്ടിങ്ങും ഫിലിമൊക്കെ തിയറിയിലേ വായിച്ചിട്ടുള്ളൂ. പക്ഷെ അത് എന്താന്ന് നേരിട്ട് എനിക്ക് കാണിച്ചു തന്നു. ഒരു ഡയറക്ടർ സ്ക്രീൻ പ്ലേ കൊണ്ടുവന്നപ്പോ അന്ന് മാഡം പറഞ്ഞത് ഓർമ്മയുണ്ടോ? ഇത് ഞാനുമായിട്ട് അടുത്തതല്ലെന്ന്. ക്ലോസിൻ. ആ വാക്ക് ഞാൻ ഇപ്പോഴും ഉപയോഗിക്കും. ഞാൻ എഴുതുന്ന എഴുത്ത് ഞാനുമായിട്ട് അടുത്തതാണോ? മാഡം എന്റെ ജീവിതത്തിന്റെ ഒരു ഗൈഡിങ് പ്രിൻസിപ്പിൾ ആയിരുന്നു. താങ്ക് യു. നീ ഏതൊക്കെ പടം ചെയ്തിട്ടുണ്ട്? എനിക്കത് കാണാൻ തോന്നുന്നു. ആള് കുറച്ചേരം മിണ്ടാതെ നിന്നിട്ട് പറയാണ്, എനിക്ക് ഇതുവരെ ഡിബേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതെന്താന്ന് ക്വിറ്റ് ചെയ്ത് നല്ല ജോബ് ഓഫർ കിട്ടിയോ? അത് കുറച്ചു നാളത്തേക്ക് ഫിലിം നിർത്തിവെച്ച ഓർമ്മയുണ്ടോ?
ഒരു സ്മെല്ല് മാറ്റാൻ? ഞാൻ എന്നൊരു പുതിയ ആളായിരുന്നു, എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. ഞാൻ സെറ്റിലുള്ള ഒരു ക്ലോസറ്റ് ഉപയോഗിച്ച്, പക്ഷെ അത് ഡമ്മി ആയിരുന്നു. അപ്പൊ ആക്ട്രസ് ഇങ്ങനെ അവനെ നോക്കുവാണ്. മാഡത്തിന്റെ മുമ്പിലായോണ്ട് ഞാൻ എന്റെ നാണക്കേടെല്ലാം മാറ്റി വെക്കുന്നു. ഇനിയും മാഡത്തിന് നല്ല മൂവീസ് ചെയ്യാൻ പറ്റട്ടെ എന്ന് പറഞ്ഞ ആളെ ഇറങ്ങുമ്പോ ചോയ് അങ്ങോട്ട് വരുന്നു. നീ എന്താ ഇവിടെ? നീ ബാൻ അല്ലായിരുന്നോ? അതൊക്കെ എടുത്ത് മാറ്റി. അവൻ എന്താ പറഞ്ഞ? ഫാനാന്ന്. ഇങ്ങനത്തുള്ള കുറെ ആൾക്കാരുണ്ട്, തെരുവിലായിരിക്കും, പക്ഷെ ഇവിടെ ഉള്ള പോലെ ആക്ടിങ് 20 വർഷമായിട്ടും ഒരു ഡിബറ്റും ചെയ്തിട്ടില്ല. അത് കട്ട് ചെയ്ത് യൂന കഫേയിലോട്ട് വരുന്നു. ദൊങ്മാൻ അവിടെ വിഷമിച്ച് കിടക്കുവാണ്. യൂന വരുമ്പോഴത്തേക്കും ആക്ട്രസ് അവിടെ നിന്ന് ഇറങ്ങുന്നു. രണ്ടുപേരും പരിചയമില്ലാത്ത പോലെ നടന്നു പോവുകയാണ്. അപ്പൊ വോയിസ് ഓവർ കേൾക്കാം. ആരും അറിയരുത്, ആ ഇട്ടിട്ട് പോയ കൊച്ച് ഞാനാണ്, ഞാനും ആരോടും പറയില്ല. അത് കട്ട് ചെയ്ത് ഇതൊന്ന് നോക്കണം, എനിക്ക് കാസ്റ്റിങ്ങിന് കുറച്ച് ആൾക്കാരെ വേണം. ഇത് എന്ത് ടൈറ്റിലാ ഇത് നല്ല കഥയാ, ജയ എഴുതിയതാ. അവൻ ചോദിക്കുന്ന കങ്സിക്കിനെ, അത്രയും വലിയ ആക്ടറിനെ വേണോ? ഞങ്ങള് ഗവൺമെന്റ് വഴിയായിട്ട് ചോയ് ഫിലിംസ് പോലെ വലിയ കമ്പനിയിൽ വർക്ക് ചെയ്യാൻ പറ്റൂല, പക്ഷെ നിന്റെ സഹായം ഉണ്ടെങ്കിൽ നീ എത്ര വർഷം കൊണ്ട് ഈ ഗവൺമെന്റ് വർക്ക് ചെയ്യും? പൈസ വേണമെങ്കിൽ സ്വയം ബിസിനസ് ചെയ്യണം. തുടക്കക്കാര് ഇങ്ങനെ പലതും ചെയ്യും, നമ്മൾ പ്രോസ് മണി ഉണ്ടാക്കാൻ നോക്കണം. ഇത് അവസാനത്തെ വട്ട ഞാൻ ഇത് നോക്കാം. അതെ, ദൊങ്മാൻ എന്താ വീണ്ടും ഇവിടെ? അതവന് ബോധം വന്നു. ഞാൻ വിചാരിച്ച് കാക്ക മലന്ന് പറഞ്ഞാലും അത് അവന് കിട്ടത്തില്ലെന്ന്. അത് കട്ട് ചെയ്ത് ഹേജി പറയാണ്, ആണുങ്ങൾ എന്ത് ചെയ്താലും എനിക്ക് കുഴപ്പമില്ല, പക്ഷെ അവര് വലിയ ആൾക്കാരാണെന്ന് നടിക്കുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. ഇയാള് എപ്പോഴും അങ്ങനെ ആക്ട് ചെയ്യത്തോളൂ എന്ന് പറഞ്ഞിങ്ങനെ ഗതി കെട്ടിരിക്കുകയാണ്. അത് കട്ട് ചെയ്ത് യൂന ഒന്നും മിണ്ടാതെ ഇങ്ങനെ ഇരിക്കുകയാണ്. അത് അത്രയ്ക്ക് സീരിയസാ? നീ എന്താന്ന് വെച്ചാ പറഞ്ഞു, ഞാൻ നീ പറയുന്നതെല്ലാം കേൾക്കാൻ റെഡിയാ എന്ന് പറഞ്ഞ ആളെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. നീ എന്താ ഇത്രയും കുടിച്ചേക്കുന്നത്? എനിക്ക് പേടിയായോണ്ട്. എന്തിന്? അത് നല്ലതായിരുന്നു. അപ്പൊ ആളൊന്ന് സ്റ്റക്ക് ആവുകയാണ്. ഞാൻ കരഞ്ഞത് വായിച്ചിട്ട്. ഞാനിവിടെ നിനക്കൊരു ഹഗ് തരാനാ വന്നത്, പിന്നെന്തിനാ നീ പേടിക്കുന്നത്? അപ്പൊ ആള് ഹാപ്പി ആവുകയാണ്. അങ്ങനെ അങ്ങോട്ട് ഗ്യോങ്സെ മിറാനൊക്കെ വരുന്നു. ദൊങ്മാനെ കണ്ട് ഹഗ് ചെയ്ത് രണ്ടുപേരും തുള്ളിച്ചാടുവാണ്. എന്നിട്ട് എല്ലാരും ഹഗ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഗ്യോങ്സെ ഹഗ് ചെയ്യുന്നുണ്ട്. അത് കട്ട് ചെയ്ത് എല്ലാരും ഇരുന്ന് ഡ്രിങ്ക് ചെയ്യാണ്. അപ്പൊ എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. എന്നിട്ട് ഗ്യോങ്സയുടെ ഡയറക്ടർ ചോദിക്കുകയാണ്, ജിയോങ് ഹ്യൂനെ അമ്മ എന്ന് വിളിക്കുന്നത് എങ്ങനെ ഫീൽ ചെയ്യുന്നു? അപ്പൊ യൂന ഇങ്ങനെ ഇരിക്കുകയാണ്. തറയായിട്ട് ഫീൽ ചെയ്യും. അപ്പൊ യൂന ഒന്ന് ചിരിക്കുകയാണ്. ആളുടെ വിചാരം ചരിത്രത്തിൽ എഴുതപ്പെടുമെന്ന്, പക്ഷെ ഇല്ല. എന്നിട്ട് മിറാനും യൂനയും കൂടെ സംസാരിക്കുകയാണ്. നിനക്കറിയാലോ, നിന്നെ കാണാൻ ഭംഗിയാ, പിന്നെന്തിനാ നീ ഇങ്ങനെ ഡ്രസ് ചെയ്തേക്കുന്നത്? ഞാൻ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ വീട്ടിൽ എന്റെ പൗച്ച് വെച്ചിട്ട് വരുമായിരുന്നു. എന്നിട്ട് ആൾക്കാരോട് എപ്പോഴും പെൻസിൽ ഒഴിക്കുമായിരുന്നു. ഞാൻ എന്തിനാ അങ്ങനെ ചെയ്യുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷേ എനിക്കിപ്പോ മനസ്സിലായി. എന്റെ യഥാർത്ഥ പ്രോബ്ലം കണ്ടുപിടിക്കാതിരിക്കാൻ വേണ്ടി ഞാനൊരു ചെറിയ പ്രോബ്ലം ഉണ്ടാക്കും. അതുകൊണ്ടാണ് ഞാനിപ്പം ഇങ്ങനെ ഡ്രസ് ചെയ്യുന്നത്. നിനക്കറിയാവോ, നിനക്കൊരു സ്പെഷ്യൽ ടാലന്റ് ഉണ്ട്, ആൾക്കാരെ താഴ്ത്താൻ. ഞാൻ പറന്ന് നടന്നുകൊണ്ടിരുന്നേ, പക്ഷേ നീയുമായിട്ട് സംസാരിക്കുമ്പോൾ ഞാൻ അങ്ങ് താന്നു പോവും. നെക്സ്റ്റ് സീനിൽ ഇവരെല്ലാം ഫിറ്റായി ഓടിപ്പോയി കാറി കയറുകയാണ്. എന്നിട്ട് ഒരു റെസ്റ്റോറന്റ് വന്നിന്ന് പറയാണ്, 2 കൊഞ്ചെടുത്തേരെ. കൊഞ്ച് തരാൻ പറ്റില്ല, അത് നല്ല വിലയാ. അതെന്തോ അതവിടെ ഇരിപ്പുണ്ടല്ലോ. നിങ്ങൾക്ക് റോക്ക് ഫിഷ് തരാം. പോരാ, കൊഞ്ച് വേണം. ഒരെണ്ണത്തിന് 30,000 മോണ. റോക്ക് ഫിഷ് പോരട്ടെ. എന്നിട്ട് ദൊങ്മാനും യൂനിയും സംസാരിക്കാണ്. എനിക്ക് പണ്ടത്തെ പടങ്ങൾ നല്ല ഇഷ്ടമാണ്. പണ്ടത്തെ ഫ്ലോപ്പായ പടങ്ങളും ഡീസന്റ് ആയിരിക്കും. നിനക്കൊരു ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി കേൾക്കണോ? ഇപ്പൊ നമ്മളൊരു മൊമെന്റിലായിരിക്കും, പക്ഷെ യഥാർത്ഥത്തിൽ നമ്മൾ ഓർക്കുമായിരിക്കും. നമ്മൾ വയസ്സായി മരിക്കാറായി കിടക്കുമ്പോൾ നമ്മൾ കുറച്ച് മെമ്മറീസ് ഇങ്ങനെ ആലോചിക്കും, പക്ഷെ അത് ഇപ്പൊ നടക്കുന്നത് പോലെ നമുക്ക് തോന്നത്തോളൂ. എനിക്ക് മനസ്സിലായി. അപ്പൊ നമ്മളിപ്പോ കാണുന്നത് എന്റെ മെമ്മറിയാണോ നിന്റെ മെമ്മറിയാണോ? നെക്സ്റ്റ് സീനില് എല്ലാരും കാറിലിരിക്കുകയാണ്. ഇപ്പൊ ദൊങ്മാൻ ഗ്യോങ്സിയോട് പറയാണ്, എന്തുകൊണ്ടാന്ന് അറിഞ്ഞൂടാ, പക്ഷെ ഇന്ന് നിന്റെ അടുത്തിരിക്കാൻ എനിക്കൊരു കുഴപ്പമില്ല. എപ്പോഴും ഇതിൽ റെഡാ കാണിക്കാറ്, ഇന്ന് നോക്ക് ഗ്രീന്. അതിന്റെ അർത്ഥം നീ എന്നെ ഹെയ്റ്റ് ചെയ്യുന്നില്ല. ബാക്കിയുള്ളവരാണ് എന്റെ ഇമോഷൻ കൺട്രോൾ ചെയ്യുന്നത്. അവർക്ക് ദേഷ്യമാണെങ്കിൽ എനിക്കും ദേഷ്യം എന്ന് പറഞ്ഞ് ആള് തോളി കിടക്കാണ്. ഗ്യോങ്സെ പിടിച്ച് മാറ്റാൻ നോക്കുന്നു. വീണ്ടും വന്ന് തോളി കിടക്കാണ്. അങ്ങനെ രണ്ടുപേരും അവിടെ കിടന്ന് അടികൂടുവാണ്. എന്നിട്ട് അവര് ബീച്ചിൽ വന്ന് നിന്ന് എല്ലാരും കൂടെ ഒരുമിച്ച് ഡാൻസ് കളിച്ച് അവിടെ നിന്ന് ഇങ്ങനെ എൻജോയ് ചെയ്യുവാണ്. എന്നിട്ട് കടലും നോക്കി യങ്സ് എന്തൊക്കെ ഇരുന്ന് എഴുതുന്നുണ്ട്. എന്നിട്ട് ദൊങ്മാനും യൂനെ ഇങ്ങനെ ഇരിക്കുമ്പോ ദൊങ്മാൻ പറയാണ്, ഞാൻ മരിക്കുന്നതിന് മുമ്പ് മിക്കവാറും ഞാൻ ഈ മെമ്മറി ആയിരിക്കും ഓർക്കുന്നത്, അതോ ഞാനിപ്പോ യഥാർത്ഥത്തിൽ ഓർക്കുവാണോ? എന്നിട്ട് അവര് പോവാൻ നിൽക്കുമ്പോ പറയാണ്, നമുക്കിപ്പൊ പോകണ്ട, നമുക്ക് സൺറൈസും കൂടെ കണ്ടിട്ട് പോവാം. അതിന് ഇനിയും സമയമുണ്ട്, നമുക്കൊരു കോഫിയൊക്കെ വാങ്ങിച്ചു കുടിച്ചിട്ടിരിക്കാന്നേ. പറ, ഇതിനകത്ത് ആർക്ക് ആരാ ഇഷ്ടം? ഈ എനർജി സ്റ്റാമിനയൊന്നുമല്ല നമ്മുടെ ഈ വയസ്സിൽ കിട്ടുന്നത്. ആരാ 2-3 വട്ടം റൗണ്ട് അടിച്ചിട്ട് ബീച്ചിൽ വന്ന് ഈ പ്രായത്തിൽ കിടന്ന് കറങ്ങുന്നത്? പറ, ആർക്ക് ആരെ ഇഷ്ടം? അപ്പോ മിറാൻ പറയാണ്, എനിക്ക് ദൊങ്മാൻ ഇഷ്ടം. അപ്പൊ എല്ലാരും ഞെട്ടി അവളെ ഇങ്ങനെ നോക്കുവാണ്. അതെന്താ അങ്ങനെ നിൽക്കുന്നത്? നിനക്കൊന്നും ഇഷ്ടമല്ലേ? അയാളുടെ വാച്ച് ആണ്, അതില് ഓക്കോടെന്നാണ് എഴുതിയേക്കുന്നത്. ഇതെന്താ ഇത്? അത് എനിക്ക് യൂനയെ ഇഷ്ടം. അപ്പൊ യൂന ദൊങ്മാനെ നോക്കുന്നു. നെക്സ്റ്റ് സീനില് എല്ലാരും കാറിൽ ഇരുന്ന് ഫോൺ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ മിറാൻ പറയാണ്, ആരെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ടെക്സ്റ്റ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾ തീർന്നു. അപ്പൊ എല്ലാരും ഫോൺ ഓഫ് ചെയ്യുന്നു. ശരിക്കും ഓക്കോടെന്നോ? ഞാൻ നിന്റെ അടുത്ത് തിരിച്ച് ഇഷ്ടപ്പെടാൻ പറഞ്ഞു. ഇല്ലല്ലോ. യൂന പറ, നിന്നെ ഒരാൾ ഇഷ്ടമെന്ന് പറഞ്ഞാൽ നിനക്ക് ത്രില്ലല്ലേ അടിക്കുന്നത്? ആ അതെ, പിന്നെന്താ നിനക്ക് ഓക്കോട്? അപ്പൊ യങ്സ് ഉറങ്ങാണ്.
ഇങ്ങനത്തെ സമയത്ത് നിങ്ങൾ ഉറങ്ങുക? അപ്പോ കാറിന്റെ കൺട്രോൾ തെറ്റി അത് വളഞ്ഞ് ഭാഗ്യത്തിന് ഒക്കെ വീഴാതെ നിൽക്കുകയാണ്. അത് കട്ട് ചെയ്ത് ഗ്യോങ്സ് കടന്ന് ഉറങ്ങുകയാണ്. അപ്പോ ഹേജി വന്നിട്ട് പറയാണ്, എനിക്ക് മനസ്സിലാവും ഒരാൾ ഉറങ്ങുവാണോ അതോ അഭിനയിക്കുകയാണോ എന്ന്. നീ എന്തിനാ അഭിനയിക്കുന്നത്? അത് ഞാൻ ടയേർഡ് ആയോണ്ട്. അത് കട്ട് ചെയ്ത് ആക്ട്രസ് ഇന്ന് അവര് പോയ ഫോട്ടോസ് ഒക്കെ കാണുന്നുണ്ട്. നെക്സ്റ്റ് സീനില് യൂനയും ഷോയും കാണിക്കുകയാണ്. ഇത് മൊത്തത്തിൽ 20 ബില്യൺ വോണാവും. ആര് ആദ്യം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫിലിം ഇത്ര വലുതാക്കും? ഞാനല്ലേ ഇത് തുടക്കമിട്ട്. അതുമല്ല എനിക്ക് ജങ്മിറാനെ കാസ്റ്റ് ചെയ്യാം. നിന്റെ പൈസ ഉണ്ടോ അതോ ഫ്രീ ആയിട്ട് ചെയ്യൂ? ഇൻവെസ്റ്റിംഗ് എന്താണെന്നറിയാവോ? VC എന്താണെന്നറിയാവോ? ക്യാമറ മോഡലോ? ഒന്നും അറിഞ്ഞൂടല്ലോ. ജിയോങ് ഹ്യൂ പറഞ്ഞിട്ടാണോ എന്നെ ഇതിൽ നിന്ന് ഇറക്കി കളയുന്നത്? ബാക്കിയുള്ളവരുടെ ഓർഡർ അനുസരിച്ച് കേൾക്കാൻ ഞാൻ ആരാ? ഇത് ചോയ് ഫിലിംസ്, എന്റെ കമ്പനി, എന്റെ മണി. അപ്പോ യൂനയ്ക്ക് മെസ്സേജ് വരുന്നു, ജിയോങ് ഹ്യൂക്ക് നിന്നെ ഒന്ന് കാണണമെന്നുണ്ട്, ഞാൻ കമ്പനിയുടെ സൈഡിൽ കാണും. നെക്സ്റ്റ് സീനിൽ അവരിരുന്ന് സംസാരിക്കുകയാണ്. നീ പറഞ്ഞ ഇത് ആരും അറിയില്ലെന്നല്ലേ, പിന്നെന്താ നീ മിറാനുമായിട്ട് അടുക്കുന്നു? നിനക്ക് വേറൊരു ലൈഫ് ജീവിക്കണമെങ്കിൽ നീ ഈ വേൾഡിലെ വരില്ലായിരുന്നു. ഇത് അച്ഛന്റെ വേൾഡും കൂടിയായിരുന്നു. ഞാൻ വിചാരിച്ച് ഇങ്ങനത്തെ ഉള്ള ആൾക്കാർക്ക് എന്താ ഇത്ര വിലയെന്ന്. പക്ഷെ ഒന്നുമില്ല, അവർക്കുള്ള വെറും ആറ്റിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണോ നീ അങ്ങനത്തെ ഒരു തന്നെ ഡേറ്റ് ചെയ്യുന്നത്? നിന്റെ അച്ഛനെ ഓർത്തിട്ട്. അവനൊരു പകുതി വളർന്ന കൊച്ചു ചെറുക്കനെ പോലെ എന്ത് ചെയ്യണമെന്ന് അവന് തന്നെ അറിഞ്ഞൂടാ. ഒരു കഴിവില്ലാത്തവൻ. ഇങ്ങനത്തെ ഉള്ളവര് വെറും തലവേദന. എന്നാ പറ, നിങ്ങളുടെ കഴിവുള്ള ആളെ കൊണ്ട് വല്ല പ്രയോജനമുണ്ടോ? നിങ്ങൾക്കറിയാവോ, ഞാൻ ആൾക്കാരെ മാസസ് ഓഫ് ഇമോഷൻ ആയിട്ടാ കാണുന്നത്, ആൾക്കാരായിട്ടല്ല. നിങ്ങൾ എന്ത് മാസ് ഓഫ് ഇമോഷൻ ആണെന്നറിയാവോ? പുച്ഛം. നിങ്ങൾ പുച്ഛത്തോടല്ലാതെ വേറെ ആരെങ്കിലും നോക്കിയിട്ടുണ്ടോ? നിങ്ങൾ നിങ്ങളുടെ ഹസ്ബൻഡിനെയും കുട്ടിയെ മാറ്റി അവരെ തിളക്കമുള്ളവരാക്കി മാറ്റി. പക്ഷെ നിങ്ങളുടെ ഉള്ളിൽ ഇപ്പോഴും എന്തോ മിസ്സിംഗ് ആണ്. എന്നിട്ട് യൂന വീണ്ടും ആ പോസ്റ്ററെ നോക്കി നിൽക്കാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ആരും മിസ്റ്റേക്കിലേക്ക് കടന്നു വരില്ല. അപ്പൊ യൂന ആലോചിക്കുന്നത് നമുക്ക് കാണാം. ആൾക്കാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ പാടാണ്. നീ ഉടനെ ആ വീട്ടിൽ നിന്ന് താമസം മാറണം. ബാങ്കോക്കിലുള്ള പുതിയ അപ്പാർട്ട്മെന്റ് ആയത്, അവിടെ എല്ലാം ഉണ്ട്. ഇന്ന് ഇത് പൈസയും. നിനക്ക് അവിടെ താമസിക്കുന്ന ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ പുതിയത് വാങ്ങിച്ചു തരാം. നിനക്ക് ആൾക്കാരെ അറിയല്ലോ എന്നല്ലായിരുന്നു ആഗ്രഹം. നീ ഇപ്പോഴും ആ പാവം ചെയ്യണം. നിങ്ങൾക്ക് നാണക്കേടാ ഞാൻ ഇപ്പോഴും എന്റെ ഗ്രാൻഡ്മയായിട്ട് അങ്ങനത്തെ വീട്ടിൽ താമസിക്കുന്നത്. ശരിയാ, എനിക്ക് നാണക്കേടാ. എന്നെ ആൾക്കാർ ക്രിട്ടിസൈസ് ചെയ്യും. ജനിക്കണ്ടായിരുന്നു ഒരു അമ്മയും അച്ഛനും ഇല്ലാതെ. നിങ്ങൾ കാരണമല്ല ഞാൻ ഇങ്ങനെ ആയിപ്പോയത്. പക്ഷേ ഞാൻ സക്സസ്ഫുൾ ആവും. ഒരു കുട്ടിയെ കൊള്ളാത്തതിന് ഇട്ടിട്ട് പോകുന്നത് കുഴപ്പമില്ല. പക്ഷേ അത് സക്സസ്ഫുൾ ആവുമ്പോൾ അതിന്റെ ചുറ്റും ഇങ്ങനെ വന്നിരിക്കുന്നത് അത് അതിലും കഷ്ടമാണ്. അതുകൊണ്ട് നമ്മൾ ക്ലോസ് ആണ് പോലും ആക്ട് ചെയ്യേണ്ട. പ്രസന്റില് ആളുടെ മൂക്കിന്ന് ബ്ലഡ് വരികയാണ്. നെക്സ്റ്റ് സീനില് ദോങ്മാൻ വെളിയിൽ വന്ന് മഞ്ഞു ആസ്വദിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോ യൂനയുടെ മെസ്സേജ്, എന്നെ സഹായിക്ക്. അപ്പൊ ആള് യൂനയെ വിളിക്കുന്നു. എത്ര വിളിച്ചിട്ടും കിട്ടുന്നില്ല. അങ്ങനെ ആള് ഓടിപ്പോയി വാനും എടുത്തോണ്ട് പോവുകയാണ്. അതോടെ എപ്പിസോഡ് 7 ഇവിടെ അവസാനിക്കുന്നു. അടുത്ത എപ്പിസോഡായി അടുത്ത വീഡിയോ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ബൈ ഗൈസ്.